അവിടെ തന്നെയാണ് അടുത്ത ചോദ്യം. കാരണം നിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ ഒരു കോച്ചിങ്ങിലൂടെ വന്ന് പിന്നീട് ഞാൻ താങ്കളുടെ ഒരു സേവനം ഉപയോഗിച്ച ഒരാളാണ്. അതിൽ ആദ്യത്തെ ടച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു കോച്ചിങ്ങിൻ്റെ ഈഗിൾ ബിസ്കോൺ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രൊഫഷണലി എൻ്റെ സേവനം താങ്കൾ എടുത്തെങ്കിലും താങ്കളുടെ സേവനം ഞാൻ. അപ്പോൾ അന്ന് ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്തവരുടെ ഒരു വലിയ സംഗമം, ഇതിൽ അറ്റൻഡ് ചെയ്തവരെ കൂടാതെ ഒരു തീരുമാനമുണ്ടായിരുന്നു ഗസ്റ്റുകളെ സംരംഭകരെയും ഇൻവൈറ്റ് ചെയ്യണം. പക്ഷേ ഇവരെ എത്തിക്കുക എന്നുള്ളത് ആരെങ്കിലും ഇരുന്ന് വിളിച്ചാൽ പോരാ. അപ്പോഴാണ് ഈ ലീഡ് ജനറേഷൻ, അപ്പോഴാണ് താങ്കൾ പറയുന്നത് നമുക്ക് ലീഡ്സ് കൊടുക്കാം. അപ്പോൾ എൻ്റെ അനുഭവം ആദ്യം തന്നെ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഒരു ക്യാമ്പയിൻ വെച്ച് തുരുതുര ആയിരക്കണക്കിന് ആൾക്കാർ വിളി തുടങ്ങി. അപ്പോഴാണ് ഞാൻ താങ്കളെ വിളിച്ചിട്ട് പറയുന്നത് പോസ്, കാരണം ഈ ലീഡ്സ് വരുന്നുണ്ട്, ഇത് ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് താങ്കളുടെ സഹായത്തോടെ അത് ബിൽഡ് ചെയ്യുകയും പിന്നീട് ആ പ്രോഗ്രാം തന്നെ ആദ്യത്തെ വർഷവും വിജയിച്ചു, രണ്ടാമത്തെ വർഷവും വിജയിച്ചു. ആയിരക്കണക്കിന് സംരംഭകർ പങ്കെടുത്ത ഒരു വലിയ ഇവൻ്റായി. എൻ്റെ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്, അതിൻ്റെ പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് കൺവേർട്ടഡായി ബിസിനസ്സായി റവന്യൂ ആയി വരുമ്പോൾ മാത്രമാണ് സംരംഭകർക്ക് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുകയുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. യെസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ലീഡിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഞാൻ വേറൊരു ആംഗിളിൽ പറയുകയാണെങ്കിൽ, എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റ് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിക്കോളണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. എന്തൊക്കെയാണത്? ചിലപ്പം ആ ഒരു കമ്പനിയുടെ കോമ്പറ്റീഷൻ ആവാം, അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി ആവാം, അവരുടെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാവാം, അവരുടെ സെയിൽസ് സ്റ്റാഫ് വരെ ആവാം. ഞാൻ സെയിൽസ് സ്റ്റാഫിൻ്റെ ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സെയിൽസ് സ്റ്റാഫിന് 100 ലീഡ് കിട്ടുന്നു. 100 ലീഡിന് 50 രൂപ പ്രകാരം 5000 രൂപയാണെന്ന് വിചാരിക്കുക. സോ ഇതിൽ നിന്ന് 1% കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ കിട്ടും. ഇവർക്ക് 10,000 റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നുണ്ടെങ്കിൽ 5000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 10,000 റുപ്പീസ് കിട്ടി. പക്ഷേ ഇതേ സ്ഥാനത്ത് ഈ സെയിൽസ് ടീമിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനോടുകൂടെ 2% ആയി കഴിഞ്ഞാൽ 20,000 രൂപ കിട്ടി. 3% ആയി കഴിഞ്ഞാൽ ഈ സെയിം 5000 രൂപക്ക് 30,000 കിട്ടി. ജസ്റ്റ് സെയിൽസ് ഒപ്റ്റിമൈസേഷനിലൂടെ ഇവരുടെ റവന്യൂ ട്രിപ്പിൾ ആക്കാം. 10,000 കിട്ടുമ്പോൾ ഇവർ പ്രോഫിറ്റബിൾ ആവണം നിർബന്ധമില്ല. സോ ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ബിസിനസ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ഫസ്റ്റ് ടച്ച് പോയിന്റിൽ കുറേ മാർക്കറ്റിംഗ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ നമ്മൾ എന്ത് ഡെലിവർ ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് കസ്റ്റമറിൻ്റെ ഡ്രീം ഔട്ട്കത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സക്സസ് കിട്ടുക എന്ന് പറയുന്നത്. അവിടെ തന്നെ ചോദിക്കട്ടെ, ഡ്രീം ഔട്ട്കം എന്തായിരിക്കണം? ആ സ്ട്രാറ്റജി ഒരു കസ്റ്റമറുടെ എന്താണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകേണ്ടത്? ഇതിന് ഒരു 4 സംഭവം മെയിനായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും സക്സസ്ഫുൾ കമ്പനികൾ എന്ന് പറയുന്നത്. ഒരു സക്സസ്ഫുൾ കമ്പനികൾക്ക് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക എന്ന് പറയാറ്. ഒന്ന് മാസീവായിട്ടുള്ള പെയിനാണ് ആദ്യത്തെ പാർട്ട്. അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കസ്റ്റമറിനുള്ള ഒരു വലിയൊരു പെയിനെ നമ്മൾ സോൾവ് ചെയ്യും. വലിയൊരു പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യണം. അതെല്ലാം ചെറിയ പ്രോബ്ലം ആണെങ്കിൽ ഒരു മൈൻഡ് ഇല്ല. നമുക്ക് ഉബറും സ്വിഗ്ഗിയൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. അവരൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു മാസീവ് പെയിനെ വളരെ ഡ്രീം ഔട്ട്കം കൊടുത്തു. സിമ്പിളായി വളരെ മിനിമൽ ടൈമിൽ മിനിമൽ എഫേർട്ടിൽ അത് കൊടുത്തു. നോക്കുമ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഊബർ അടുത്തുണ്ട്, 10 മിനിറ്റിനുള്ളിൽ ഫുഡ് സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്നുണ്ട്. അതൊരു മാസീവ് പെയിൻ ആയിരുന്നു നമ്മളുടെ. ആ മാസീവ് പെയിനിന് ഇതിനെ ഒരു വാല്യൂ ഇക്വേഷൻ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രീം ഔട്ട്കം ആൻഡ് അതിന് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ എത്ര എഫേർട്ട് കുറവും എത്ര ടൈം ഡിലേ കുറവുമാണ് എന്ന്, അതേപോലെ എത്ര സാക്രിഫൈസ് കുറവാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് ആ വാല്യൂ എന്ന് പറയുക. ഈ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡ്രീം ഔട്ട്കം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എഫേർട്ടും ടൈം ഡിലേ ഒക്കെ കുറക്കുന്നതിനനുസരിച്ച് മോർ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു ആൾക്കാർക്കുള്ള പർച്ചേസിങ് കപ്പാസിറ്റിയാണ്. ആദ്യത്തേത് ഡ്രീം ഔട്ട്കം ആണെങ്കിൽ, രണ്ടാമത്തത് അതിൽ മാസീവ് പെയിൻ ആണ് അഡ്രസ് ചെയ്യുന്നത്. യെസ്, ആദ്യത്തിൽ മാസീവ് പെയിൻ ആണെങ്കിൽ രണ്ടാമത്തേതിൽ ഈ ഒരു ഓഡിയൻസിനുള്ള പർച്ചേസിങ് പവർ ഉണ്ടോ,
ഇപ്പം നമ്മളൊരു വളരെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയുള്ള അതായത് നമ്മുടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ റൈറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിൽ നമുക്ക് വേണ്ട പ്രൈസിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തത്, ഇത് എത്രത്തോളം ഈസിയാണ് ഈ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ. ഇത് ഭയങ്കര ഹാർഡാണെങ്കിൽ ഈസി അല്ല ആ ഒരു ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് കണ്ടെത്താൻ എളുപ്പമാവണം. നാലാമത്തെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോയിങ് ആവണം. അതായത് ഇത് പെട്ടെന്ന് വളരാൻ സാധ്യതയുള്ള ഒരു പാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിഗ്ഗിയും സൊമാറ്റോയും അല്ലെങ്കിൽ ഉബറൊക്കെ ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിളായി മാത്രം എടുത്താൽ മതി. ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് നമുക്കൊരു ഐഡിയാസ് ഉണ്ടായതിനെ കൊണ്ട് മാത്രം ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് മുമ്പിൽ വരാറുണ്ട്, വലിയ കോടികളൊക്കെ നഷ്ടം വരുത്തിയിട്ട്. അപ്പം അവർ ഈ ഒരു വലിയ പ്രോബ്ലത്തെ ഇതുപോലെ ഡ്രീം ഔട്ട്കം കൊടുക്കാണ്ട് ഒരു അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈം ഡിലേയോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന എഫേർട്ടൊന്നും കുറക്കാണ്ട് ഔട്ട്കം കൊടുക്കുന്നതിലുള്ള പ്രോബ്ലംസാണ് അത്.